ഈ SEOന്റെ കാലം കഴിഞ്ഞു എന്ന് കുറെ കാലമായി പറയണം. ശരിക്കും SEOന്റെ കാലം കഴിഞ്ഞോ? എന്താ ഉണ്ടായെന്ന് നമുക്ക് നോക്കാം. ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ SEOനെ പറ്റിയിട്ട് ഒരുപാട് കാലമായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു സാധനമാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. എല്ലാവർക്കും അറിയണ്ടാവും. ഗൂഗിളിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്റെ സ്ഥാപനത്തിന്റെ, എന്റെ ബിസിനസിന്റെ പേര് ആദ്യം വരണം, എനിക്ക് അതുവഴി കൂടുതൽ ബിസിനസ് കിട്ടണം. ഇതെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇറ്റ്സ് എ ലോങ് ടേം പ്രോസസ്. അതൊരു 6-7 മാസം എടുക്കും. അതൊന്ന് പ്രോപ്പറായി ചെയ്താൽ തന്നെ ഒരു 6-7 മാസം എടുക്കും. സ്റ്റിൽ അതൊരു ശരിക്കും പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻ ഒന്നും അല്ല, അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. ഇറ്റ്സ് എ ജേർണി. കാരണം അത് വീണ്ടും നമ്മുടെ കോമ്പറ്റീറ്റർ അതിലും നന്നായി SEO ചെയ്താൽ അത് വീണ്ടും നമ്മൾ താഴെ പോകും, അവർ മേലെ വരും. അപ്പൊ അത് ഇറ്റ്സ് എൻ ഓൺഗോയിങ് പ്രോസസ്. ഈ SEOന്റെ കാലം കഴിഞ്ഞു എന്ന് കുറെ കാലമായി പറയണം. ശരിക്കും SEOന്റെ കാലം കഴിഞ്ഞോ? എന്താ ഉണ്ടായെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ AEO ആണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെർച്ചിലുള്ള ഒപ്റ്റിമൈസേഷൻ ആണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ChatGPT നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഗൂഗിളിന്റെ ഒരു വലിയ ഒരു സെർച്ചിന്റെ, ഇപ്പൊ നമ്മളൊരു കാര്യം സെർച്ച് ചെയ്യാൻ പണ്ട് നമ്മൾ ഗൂഗിൾ ചെയ്യാൻ ചെയ്തിരുന്നത്. അപ്പൊ ഗൂഗിളിന്റെ സെർച്ച് ബിസിനസിന്റെ വലിയൊരു ഷെയർ ഇപ്പൊ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് AI മോഡൽസ് ആണ്. ഇപ്പൊ ChatGPT, പെർപ്ലെക്സിറ്റി, അതുപോലെ ഒരുപാട് മോഡൽസ് ഉണ്ട്. ഇപ്പൊ ക്ലോഡ് പുതിയത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ChatGPTയിൽ നമ്മളൊരു സംശയം ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ChatGPTയിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മുടെ ആൻസേഴ്സ്, നമ്മുടെ സ്ഥാപനം, അതിന്റെ ആൻസേഴ്സിൽ നമ്മുടെ സ്ഥാപനം, നമ്മുടെ ബിസിനസ് പോപ്പപ്പ് ചെയ്ത് വരാൻ അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്ത് വന്നാൽ എങ്ങനെ ഉണ്ടാവും? ഭയങ്കര അതോറിറ്റി ആയിരിക്കും. കാരണം ChatGPTക്ക് ഇപ്പൊ ടോപ്പ് അതോറിറ്റി. കാരണം ChatGPT തരുന്ന ആൻസേഴ്സിനൊക്കെ ഭയങ്കര അതോറിറ്റി, ഭയങ്കര ട്രസ്റ്റ് ആണ്. അപ്പൊ അതിൽ നമ്മുടെ സ്ഥാപനം അവർ മെൻഷൻ ചെയ്ത് നമ്മുടെ സ്ഥാപനത്തിന്റെ ഒരു ലിങ്ക്, വെബ്സൈറ്റിന്റെ ലിങ്കും കൂടെ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഗംഭീരാവില്ലേ? ബിസിനസ് ഡബിൾ ആണ്. അപ്പം ഇപ്പോ ഇനിയുള്ള കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് SEOയിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ പോരാ, AEOയിൽ കൂടെ നമ്മൾ ഫോക്കസ് ചെയ്യണം. അപ്പൊ അതിന് ഒത്തിരി ടൂൾസ് ഉണ്ട്, അതിന് ഒത്തിരി ടിപ്സും ഉണ്ട്. അപ്പം അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. നിങ്ങൾ ഇനി മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് AEOയും കൂടെ ഒന്ന് മനസ്സിൽ വെക്കാം. താങ്ക് യു.